പാർട്ട് 3 നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. എൻ്റെ അമ്മ ചെയ്തിരിക്കുന്ന ഈ വീഡിയോ കാണുമല്ലോ. എം യൂണിവേഴ്സ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഇനി എല്ലാവരും വീഡിയോ വാച്ച് ചെയ്തോളൂ. കുട്ടികളെ, സൊല്യൂഷൻ്റെ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് സൊല്യൂഷനെ കുറിച്ചും സോലിബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ് ആയിരുന്നു. പാർട്ട് 3യിൽ നമ്മൾ പഠിക്കുന്നത് സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് ആണ്. അതായത് മോസ്റ്റ് ഓഫ് ദി ഗ്യാസസ് ആർ സോലിബിൾ ഇൻ വാട്ടർ ആസ് വെൽ ആസ് ഇൻ സം അതർ liquids to a more or less extent. അതായത് മോസ്റ്റ് ഓഫ് ദി ഗ്യാസസ് ആർ സോളിബിൾ ഇൻ വാട്ടർ. വെള്ളത്തില് മിക്കവാറുമുള്ള ഗ്യാസസുകൾ സോളിബിൾ ആകുന്നുണ്ട്. ആസ് വെൽ ആസ് ഇൻ സം അതർ ലിക്വിഡ്സ്. വാട്ടർ തന്നെ ആകണമെന്നില്ല, മറ്റു ലിക്വിഡ്സും ആകാം. അതിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത് ടു എ മോർ ഓർ ലെസ് എക്സ്റ്റെന്റ്. വളരെ ചെറിയൊരു എമൗണ്ടോ കുറച്ചുകൂടി കൂടുതലോ ആകാം. അതായത് മോസ്റ്റ് ഓഫ് ദി ഗ്യാസസ് ആർ സോളിബിൾ ഇൻ വാട്ടർ ആസ് വെൽ ആസ് ഇൻ സം അതർ ലിക്വിഡ്സ് ടു എ മോർ ഓർ ലെസ് എക്സ്റ്റെന്റ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായി ഞാൻ മനസ്സിലാക്കി തരാം. നമുക്കൊരു എക്സാമ്പിൾ പറയാം. അപ്പം നിങ്ങൾക്കെല്ലാം പരിചയമുള്ള എക്സാമ്പിളാണ് നമ്മൾ എടുക്കുന്നത്. സോഡ വാട്ടർ. സോഡ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നെ നേരത്തെയൊക്കെ ആളുകൾ പെപ്സി, കൊക്കക്കോളയൊക്കെ ധാരാളം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ വിഷമാണ്. എന്നിരുന്നാലും ഇപ്പം നമുക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എക്സാമ്പിൾ ഇവിടെ പറയാം. അപ്പം നിങ്ങൾ സോഡയാണെങ്കിലും പെപ്സി ആണെങ്കിലും ഒക്കെ പൊട്ടിക്കുമ്പോൾ അത് നുരഞ്ഞ് പതഞ്ഞ് മുകളിലേക്ക് വരുന്നതാണ്. അതൊരു ഗ്യാസാണ് പുറത്തേക്ക് വരുന്നത്. അപ്പം ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിന് ഹൈ പ്രഷർ കൊടുത്ത് വാട്ടറിൽ ലയിപ്പിച്ച് കിട്ടുന്നതായിരുന്നു സോഡ എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ ഗ്യാസ്, വാട്ടർ ഈസ് എ ലിക്വിഡ്. അപ്പോൾ ഗ്യാസിന്റെ സോളിബിലിറ്റി ആയാലോ ഗ്യാസ് ആൻഡ് ലിക്വിഡ് എന്നതിന് ഒരു എക്സാമ്പിൾ ആണ്. പക്ഷെ അവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? അറ്റ് എ ഹൈ പ്രഷർ. ഇപ്പോൾ സോഡ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇൻ വാട്ടർ അറ്റ് ഹൈ പ്രഷർ. അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. അപ്പോൾ നമ്മളിവിടെ സോലിബിലിറ്റി ഗ്യാസ് ഇൻ ലിക്വിഡ് പറഞ്ഞു. അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന്. പ്രധാനമായിട്ട് 3 ഫാക്ടേഴ്സ് ആണ് വരുന്നത്. ഒന്ന്, നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് നേച്ചർ ഓഫ് സോൾവെന്റ്. നമ്പർ 2, ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. തേർഡ്, ഇഫക്റ്റ് ഓഫ് പ്രഷർ. നമ്മൾ നേരത്തെ സോലിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഗ്യാസിൻ്റെ കേസിൽ 3 ഫാക്ടേഴ്സാണ് വരുന്നത്. അതേസമയം സോളിഡിൻ്റെ കേസിൽ നമ്മൾ പ്രഷറിന് യാതൊരു ഇഫക്റ്റും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഗ്യാസിൻ്റെ കേസിലാണെങ്കിൽ പ്രഷറിന് വളരെ പ്രാധാന്യമുണ്ട്. ഇവിടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്സിന് ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് ഗ്യാസ്. എന്തായാലും നമ്മളൊരു ഗ്യാസ് എടുക്കുന്നുണ്ട്. ആ ഗ്യാസിൻ്റെ നേച്ചറും അതിനെ സോളിബിളാക്കാൻ എടുക്കുന്ന സോൾവെൻ്റ് ഉണ്ട്, അതിൻ്റെ നേച്ചറിനെ അഫക്റ്റ് ചെയ്തിരിക്കും. ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഇഫക്റ്റ് ഓഫ് പ്രഷർ. അടുത്തത് നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് നേച്ചർ ഓഫ് സോൾവെൻ്റ്. ഇപ്പോൾ സോലിബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഫാക്ടറാണ് നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് നേച്ചർ ഓഫ് സോൾവെൻ്റ്. അപ്പോൾ ഗ്യാസുകളെ നമ്മൾ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. ഈസിലി ലിക്വിഫൈബിൾ ഗ്യാസസ് എന്നും പെർമനന്റ് ഗ്യാസസ് എന്നും. അതിൽ ഈസിലി ലിക്വിഫൈബിൾ ഗ്യാസസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ തുടങ്ങിയ ഗ്യാസുകൾ. പെർമനന്റ് ഗ്യാസസ് ആണ് ഹൈഡ്രജൻ, നൈട്രജൻ പോലുള്ള ഗ്യാസുകൾ. അപ്പോൾ ആ വേടിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഈസിലി ലിക്വിഫൈബിൾ എന്ന് പറയുമ്പോൾ ഈസിലി ലിക്വിഫൈഡ് ഗ്യാസസ് എന്ന് പറയുന്നത് ആർ സോളുബിൾ ദാൻ അതർ പെർമനന്റ് ഗ്യാസസ് ഇൻ എ കോമൺ സോൾവെന്റ്. That is, carbon dioxide is more soluble in water than hydrogen gas. അതേപോലെ തന്നെ the gases
which form ions in aqueous solution are much more soluble in water than in other solvents. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പോയിൻ്റായ നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് നേച്ചർ ഓഫ് സോൾവെൻ്റ് എന്ന പാർട്ടിൽ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തത് സോല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ് ടെമ്പറേച്ചർ. അപ്പം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. അപ്പം സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്, ഹീറ്റ് എവല്യൂഷൻ പ്രോസസ്സാണ്. അതിനാൽ സോല്യൂബിലിറ്റി എപ്പോഴും ഡിക്രീസ് ചെയ്യും വിത്ത് റൈസിങ് ടെമ്പറേച്ചർ. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ സോല്യൂബിലിറ്റി കുറയുകയായിരിക്കും ചെയ്യുന്നത്. അതായത് ദ സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ് ഈസ് എക്സോതെർമിക്, thus solubility of gases decreases with the rising temperature. സോല്യൂബിലിറ്റിയെ എഫക്റ്റ് ചെയ്തിരിക്കുന്ന അടുത്ത ഫാക്ടറാണ് പ്രഷർ, ഇഫക്റ്റ് ഓഫ് പ്രഷർ. അപ്പോൾ ഇവിടെ ഈ പ്രഷറുമായി ബന്ധപ്പെട്ട ഒരു ലോയുമുണ്ട്, ഹെൻറിസ് ലോ എന്ന് പറയും. അതായത് എന്താണ് ഹെൻറിസ് ലോ എന്ന് നമുക്ക് നോക്കാം. ദ സോല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് in a liquid is directly proportional to the pressure of the gas at constant temperature. അതായത് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഒരു ഗ്യാസിൻ്റെ സോല്യൂബിലിറ്റി ഒരു ലിക്വിഡിൽ വരുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ. ആ ഗ്യാസിൻ്റെ പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. അതായത് പ്രഷർ കൂട്ടിക്കൊടുക്കുന്നതിനനുസരിച്ച് ഗ്യാസിൻ്റെ സോല്യൂബിലിറ്റിയും ഇൻക്രീസ് ചെയ്യുന്ന കാണാൻ പറ്റും. ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ച് അതിന് വേരിയേഷനും ഉണ്ടാകും. ഒന്നുകൂടി പറയാം. ദ സോല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ ഓഫ് ദി ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഈ ലോയാണ് നമ്മൾ ഹെൻറിസ് ലോ എന്ന് പറയുന്നത്. പ്ലസ് ടുവിൻ്റെ എക്സാമിന് പലപ്പോഴും നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഹെൻറിസ് ലോ എന്നും അതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസും നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പം ഒന്നുകൂടി പറയാം. ദ സോല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ ഓഫ് ദി ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അതിന് നമുക്കൊരു ഇക്വേഷൻ വഴി റെപ്രസെൻ്റ് ചെയ്യാം. അപ്പം എത്ര മാസ് ആണ് ഗ്യാസ് സോല്യൂബിൾ ആകുന്നത്, എത്രമാത്രം സോല്യൂബിലിറ്റി ഉണ്ട്, എത്ര എമൗണ്ട് സോല്യൂബിലിറ്റി ഉണ്ട്, അതിന് നമ്മൾ എം എന്ന് കൺസിഡർ ചെയ്യുന്നു. അതായത് എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എ ഗ്യാസ് ഡിസോൾവ്ഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി സോൾവെൻറ്റ്. ഒരു യൂണിറ്റ് വോളിയം സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസിൻ്റെ മാസിന് നമ്മൾ എം എന്നെടുക്കുന്നു. അത് എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ പി. പി ഈസ് ദ പ്രഷർ ഓഫ് ദി ഗ്യാസ്. ദാറ്റ് ഈസ് എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു pressure, where m is the mass of a gas dissolved per unit volume of the solvent and p is the pressure of the gas. ഇതിനെയാണ് നമ്മൾ ഹെൻറിസ് ലോ എന്ന് പറയുന്നത്. ഹെൻറിസ് ലോ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാം. ഹെൻറിസ് ലോയെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ സൊല്യൂഷൻ. മുകളിൽ നമ്മൾ ഇഫക്റ്റ് ഓഫ് പ്രഷർ പറഞ്ഞത് തന്നെയാണ്. അവിടെ എം ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നു. അതായത് എക്സ് എന്ന മോൾ ഫ്രാക്ഷൻ നമ്മൾ കൊടുക്കുന്നു. പ്രഷർ, ഗ്യാസിൻ്റെ പ്രഷറിന് പാർഷ്യൽ പ്രഷർ, അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ സൊല്യൂഷൻ. ദാറ്റ് ഈസ് പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് എന്നെടുക്കാം. പി ഈസ് ദ പാർഷ്യൽ പ്രഷർ, എക്സ് ഈസ് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദറ്റ് ഗ്യാസ്. അപ്പോൾ അവിടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കുന്നുണ്ട്. പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു എക്സ്, വെർ കെ എച്ച് ഈസ് ദി ഹെൻറിസ് കോൺസ്റ്റൻറ്റ്. അതായത് ഹെൻറിസ് കോൺസ്റ്റൻ്റ് ആണ് കെ എച്ച് എന്ന് പറയുന്നത്.
അപ്പം ഹയർ ദി വാല്യൂ ഓഫ് KH അറ്റ് എ ഗിവൺ പ്രഷർ ദ ലോവർ ഈസ് ദ സോലിബിലിറ്റി ഓഫ് ദി ഗ്യാസ് ഇൻ ലിക്വിഡ്. അതായത് സോലിബിലിറ്റിയും KH വാല്യൂയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുകൂടി നമ്മളിവിടെ ഓർത്തിരിക്കണം. അടുത്തത് ഹെൻറിസ് ലോയുടെ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറിസ് ലോ. ഇവിടെ 2 ആപ്ലിക്കേഷനാണ് ഞാൻ പറയുന്നത്. ഒന്ന് സോലിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ടതും മറ്റൊന്ന് ഉയരങ്ങളിലേക്ക് കയറി പോകുന്നവർ, അതായത് ക്ലൈംബേഴ്സ്, മലമുകളിലേക്ക് കയറി പോകുന്നവർക്ക് അല്ലെങ്കിൽ മലയുടെ മുകളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഓക്സിജന് കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയ്ക്ക് സിംറ്റത്തിന് പറയുന്ന പേരാണ് അനോക്സിയ. ഇത് രണ്ടും ഏതിൻ്റെ ആപ്ലിക്കേഷനകത്ത് വരുന്നതാണ്? ഹെൻറിസ് ലോയുടെ ആപ്ലിക്കേഷനകത്ത് വരുന്നതാണ്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ഹെൻറിസ് ലോയുടെ ആപ്ലിക്കേഷൻ എഴുതാൻ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതേതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇവിടെ വന്നിരിക്കുന്ന ലോ ഏതാണ് എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഹെൻറിസ് ലോ ഫസ്റ്റ് വന്ന് നോക്കാം. ടു ഇൻക്രീസ് ദ സോലിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് സോഡ വാട്ടർ ദ ബോട്ടിൽ ഈസ് സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. ഹൈ പ്രഷർ കൊടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സിലും സോഡ വാട്ടറിലും ഒക്കെ ഡിസോൾവ് ചെയ്ത് ഇരിക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ അതിൻ്റെ പ്രഷർ കൂട്ടുന്നതിനനുസരിച്ച് സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. ടു ഇൻക്രീസ് ദ സോലിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് സോഡ വാട്ടർ ദ ബോട്ടിൽ ഈസ് സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. അതൊരു ആപ്ലിക്കേഷനാണ്. മറ്റൊന്ന്, at high altitudes the partial pressure of oxygen is less. This leads to the low concentration of oxygen in the blood and tissues of the climbers and people living at high altitude. This causes climbers to become weak and unable to think clearly. This symptom is known as anoxia. അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ അവിടെ ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ലെസ്. അപ്പോൾ ലോ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ, നമുക്ക് സ്വീകരിക്കുന്ന ഓക്സിജൻ, നമ്മുടെ ബ്ലഡിലേക്കും ടിഷ്യൂസിലേക്കും വരുന്ന ഓക്സിജന്റെ അളവ് അപ്പോൾ കുറയും അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ. ഇത് ക്ലൈംബേഴ്സിനെയൊക്കെ എന്ത് ചെയ്യും? വീക്കാക്കും. അവർക്ക് അനേബിൾ ടു തിങ്ക് ക്ലിയർലി, വ്യക്തമായി ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകും. നമ്മുടെ ബ്രെയിനിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ എത്താത്തൊരവസ്ഥ ഉണ്ടാകും. ദിസ് സിംറ്റം ഈസ് നോൺ ആസ് അനോക്സിയ. അപ്പോൾ ഈ 2 ആപ്ലിക്കേഷനും നിങ്ങൾ വ്യക്തമായി പഠിക്കണം. എക്സാമിന് ചോദിക്കുന്നതാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ, ടു ഇൻക്രീസ് ദ സോലിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് സോഡ വാട്ടർ ദ ബോട്ടിൽ ഈസ് സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. രണ്ടാമത്തത്, at high altitudes the partial pressure of oxygen is less. This lead to low concentration of oxygen in the blood and tissues of the climbers and people living at high altitude. This causes climbers to become weak and unable to think clearly. This symptom is known as anoxia. ഈ വീഡിയോയുടെ അവസാനം ഇതുമായി ബന്ധപ്പെട്ട ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ കൂടെ തരുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് ചെയ്യാൻ ശ്രമിക്കുക. അക്വാട്ടിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ റാദർ ദാൻ ഇൻ വാം വാട്ടർ. വൈ? ഈ ക്വസ്റ്റ്യൻ്റെ